ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടെടുപ്പ് എന്ന പഠന പദ്ധതിയുടെ 16ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എപ്രകാരമാണ് നിത്യനായ ദൈവം പാപത്തിൽ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കാനുള്ള പദ്ധതി നിത്യതയിൽ വെച്ച് തന്നെ ക്രമീകരിക്കുകയും അത് ഭൂമുഖത്ത് നടപ്പിലാക്കുകയും ചെയ്തത്. ഈ വിശുദ്ധമായ വിഷയത്തിൻ്റെ പരിശോധനയിൽ നാം കണ്ടു ദൈവം അബ്രഹാമിനോട് നൽകിയ ഉടമ്പടി. അബ്രഹാമിനോട് ദൈവം ആദ്യം ഒരു വാഗ്ദാനം ചെയ്യും. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നീ സഞ്ചരിക്കുന്ന ദേശം ഞാൻ നിനക്ക് തരും, നിന്നിലൂടെ ഒരു ആത്മീക സന്തതി ഉത്ഭവിക്കും, ആ സന്തതി ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കും. ഈ വാഗ്ദാന പ്രകാരം അബ്രഹാമിൻ്റെ മകൻ ഇസ്ഹാക്ക്, ഇസ്ഹാക്കിൻ്റെ മകൻ യാക്കോബ്, യാക്കോബിലൂടെയാണ് ഇസ്രയേൽ എന്ന ജനത രൂപീകരിക്കപ്പെട്ടത്. അതിന് മുമ്പ് അങ്ങനെ ഒരു ജനത ഉണ്ടായിരുന്നില്ല. ഇസ്രയേൽ എന്നൊരു ജനത രൂപീകരിക്കപ്പെട്ടു. ആ ജനത രൂപീകരിക്കപ്പെടുന്നതിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായി. അവർ 430ഓളം വർഷം മറ്റൊരു രാജ്യത്ത് മിസ്രയീമിൽ അടിമകളായി കിടക്കുമെന്ന് ദൈവം അബ്രഹാമിനോട് വ്യക്തമായി പറഞ്ഞു. പക്ഷെ അവിടെ നിന്ന് ദൈവം അവരെ തിരിച്ചു കൊണ്ടുവരും എന്നും ദൈവം ഓർമ്മിപ്പിച്ചു. അങ്ങനെ അവിടെ നിന്ന് 430 വർഷക്കാലത്തെ അടിമകാലത്ത് മോശയുടെ നേതൃത്വത്തിൽ ദൈവം തൻ്റെ ജനത്തെ, വർദ്ധിച്ചു പെരുകിയ ഈ ജനത്തെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് താൻ വാഗ്ദാനം ചെയ്ത കനാൻ നാട്ടിലേക്കാണ്. പല ജാതികൾ താമസിക്കുന്ന കനാൻ നാട് അവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് മോശ അവരോട് 2 മലയുടെ മുമ്പിൽ വെച്ച് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹവും അഥവാ ദൈവകൽപ്പന നിഷേധിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ശാപകരമായ അവസ്ഥകളും വ്യക്തമായി ഓർമ്മപ്പെടുത്തി. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 64 വാക്യങ്ങളിൽ ദൈവം അത് കാണിച്ചു തന്നു. നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിച്ച് വിശ്വസ്തരായി നിന്നാൽ നിങ്ങളെ എല്ലാ കാര്യത്തിലും ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളൊരു അനുഗ്രഹമായി മാറും എന്ന് വ്യക്തമായി പറഞ്ഞു. പക്ഷെ അതേ സമയത്ത് അതേ അധ്യായത്തിൻ്റെ 15 മുതൽ തുടർന്നുള്ള വാക്യങ്ങളിൽ ദൈവകൽപ്പന അനുസരിക്കാതെ മത്സരിച്ചാൽ ദൈവം അവരെ ശപിക്കുമെന്ന് കൂടുതൽ വാക്യങ്ങൾ ശാപത്തെക്കുറിച്ചാണ് ഉപയോഗിച്ചത്. ഇവിടെ വ്യക്തമായി പറഞ്ഞു. പക്ഷെ അതേ സമയത്ത് 30-ാമത്തെ ആവർത്തന പുസ്തകത്തിൽ നിങ്ങളെ രാജ്യങ്ങളിലേക്ക് നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞുവെങ്കിലും അവിടെ നിന്ന് നിങ്ങൾ തിരിച്ചു വരേണ്ട ഒരവസ്ഥ വരുമ്പോൾ, അതായത് അന്യദേശത്ത് കിടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പിഴവുകളും കുറവുകളും മത്സരങ്ങളും ദൈവനിഷേധത്തെക്കുറിച്ച് ബോധ്യമുണ്ടാവുകയും മാനസാന്തരപ്പെട്ട് തിരിച്ചു വരികയും ചെയ്താൽ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. പക്ഷെ തിരിച്ചു വരാനുള്ള മാനദണ്ഡം എന്തായിരുന്നു? ഇപ്രകാരം മറ്റൊരു ദേശത്തേക്ക് അടിമകളായി പോയതിനു ശേഷം തിരിച്ചു വരാനുള്ള മാനദണ്ഡം നിങ്ങൾ മോശയുടെ ന്യായപ്രമാണത്തെ വിശ്വസ്തയോടെ പാലിക്കണം. അപ്പോൾ ഇത് അവരോട് പറഞ്ഞ കൽപ്പനയാണ്, അവർക്ക് കൊടുത്ത വാഗ്ദാനമാണ്, ഇന്നത്തെ യഹൂദനുള്ളതല്ല. കാരണം ഇന്ന് മോശയുടെ ന്യായപ്രമാണമില്ല. മോശയുടെ ന്യായപ്രമാണം കർത്താവ് യേശുക്രിസ്തു ക്രൂസിൽ മരിക്കുന്ന സമയത്ത് നിവർത്തിയാക്കി എടുത്തു കളഞ്ഞു, നീക്കിക്കളഞ്ഞു. അതുകൊണ്ട് ഇത് ഇന്ന് ന്യായപ്രമാണമല്ല. അതുകൊണ്ട് ഇന്നുള്ള യഹൂദനുള്ളതല്ല വാഗ്ദാനം. അവൻ്റെ മടങ്ങി വരവിനെക്കുറിച്ചല്ല പറയുന്നത്. അന്ന് ഇസ്രായേൽ ജനങ്ങൾ അപ്രകാരം അസീറിയയും ബാബിലോണിയും അടിമത്തങ്ങളിലേക്ക് പോയ സമയത്ത് അവിടെ വെച്ച് അവർ അനുദപിച്ച് മടങ്ങി വന്നാൽ, ഇത് മോശയുടെ ന്യായപ്രമാണത്തെ വിശ്വസ്തയോടെ ആത്മാർത്ഥയോടെ അനുസരിച്ചുകൊണ്ട് മടങ്ങി വന്നാൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ്. മാത്രമല്ല ദൈവം വളരെ വ്യക്തമായിട്ട് യെശയ്യാവിലൂടെയും യിരെമ്യാവിലൂടെയും പ്രവചിച്ച് ഒരു ശേഷിപ്പ് മാത്രമേ മടങ്ങി വരികയുള്ളൂ. 12 ഗോത്രങ്ങളാണ് ചിതറിപ്പോയത്. ഒരു ശേഷിപ്പ് മാത്രമേ മടങ്ങി വരികയുള്ളൂ. അത് തകർന്നൊരു ജനമായിരിക്കും മടങ്ങി വരുന്നതെന്ന് യിരെമ്യാവിലൂടെ കൃത്യമായിട്ട് പറഞ്ഞു. ഒരു മൺകലം പൊട്ടിച്ചിതറുമ്പോൾ അതിലൊരു ചെറിയ കഷ്ണം മാത്രമേ മടങ്ങി വരികയുള്ളൂ. അത് യെശയ്യാവിൻ്റെയും യിരെമ്യാവിൻ്റെ പ്രവചനത്തിൽ കാണാം. തുടർന്ന് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത് ഇസ്രായേലിന് ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞ ദേശം അവരത് അവകാശമാക്കി സ്വന്തമാക്കി അനുഭവിച്ചു, അവിടെ പാർത്തു. അതുകൊണ്ട് ഇനിയൊരു ദേശം ദൈവം അവർക്ക് കൊടുക്കാനില്ല. ദൈവം അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ദേശം ദൈവം അവർക്ക് കൊടുത്തു. ദൈവം വാക്കിൽ വിശ്വസ്തനാണ്, ദൈവം വ്യാജം പറയില്ല. അത് വ്യക്തമായി വചനം സാക്ഷ്യപ്പെടുത്തും. യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം 43 മുതൽ 45 വരെ യോശുവയുടെ കാലത്ത് തന്നെ ഇത് പറഞ്ഞു. യഹോവ ഇസ്രയേലിന് താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇവരോടെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ ദേശം ഒരു വലിയ ജാതിയാക്കും എന്ന് പറഞ്ഞ ആ വാഗ്ദാനത്തിൽ ഒരു ഭാഗം, രണ്ടാമത്തെ ദേശം കൊടുക്കുമെന്ന് പറഞ്ഞു. നമ്മൾ പഠിക്കുന്ന വിഷയം അത് തന്നെയാണ്, ജാതി ദേശം എന്ന വാഗ്ദാനം. അപ്പം ദേശമെല്ലാം കൊടുത്തു. അവർ അത് കൊടുക്കാതെ കൈവശമാക്കാൻ പറ്റില്ല. അവിടെ കുടിപ്പാർത്തു.
യഹോവയുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെയൊക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി ശത്രുക്കളിൽ ഒരുത്തനും അവിടെ മുമ്പിൽ നിന്നിട്ടില്ല. അതാണ് അനുഗ്രഹങ്ങൾ. കൊടുത്ത അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. ദൈവം എല്ലാ ശത്രുക്കളെയും നീക്കം ചെയ്തു. യഹോവ സകല ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. യോശുവയുടെ പുസ്തകത്തിന്റെ 23-ാം അധ്യായം 14 മുതൽ 16 വരെയും ആവർത്തിക്കും ഇതേ സത്യം. അതുകൊണ്ട് ഇന്ന് യഹൂദന്മാർ തനിക്ക് ദേശം കിട്ടും, തനിക്ക് ദൈവം വാഗ്ദാനം ചെയ്ത ദേശം ഇന്നും തന്നിട്ടില്ല, ഇന്നും അത് പൂർത്തിയാകാനുണ്ടെന്ന് പറയുന്നത് വചനപരിജ്ഞാനമില്ലാത്തതുകൊണ്ടാണ്. അത് വിശ്വസിക്കുന്നവരും പ്രസംഗിക്കുന്നവരും ദൈവവചനത്തെ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. യോശുവയുടെ പുസ്തകത്തിന്റെ 23-ാം അധ്യായം 14 മുതൽ 16 വരെയും കേൾക്കാം. ഇതാ യോശുവ തൻ്റെ യാത്ര അവസാനിക്കുകയാണ്. ഇതാ ഞാൻ ഇന്ന് സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെക്കുറിച്ച് അരുളി ചെയ്തിട്ടുള്ള സകല നന്മകളിലും വെച്ച് ഒന്നിനും വീഴ്ച വന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും ബോധ്യമായിരിക്കുന്നു. സകലവും നിങ്ങൾക്ക് സംഭവിച്ചു, ഒന്നിനും വീഴ്ച വന്നിട്ടില്ല. അപ്പം അനുഗ്രഹത്തിൻ്റെ ശാപത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ അനുഗ്രഹത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. ദൈവം നമുക്കൊരു കാര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ ദൈവം ഒരിക്കലും അതിൽ പരാജയപ്പെടില്ല. ദൈവം ഇത് ചെയ്തു തരും. നിങ്ങൾക്ക് സംഭവിച്ചു, ഒന്നിനും വീഴ്ച വന്നിട്ടില്ല. 16 നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് അരുളി ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും നിങ്ങൾക്ക് സംഭവിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്ത് നിന്ന് നിങ്ങളെ നശിപ്പിക്കും വരെ യഹോവ എല്ലാ തിന്മകളും നിങ്ങളുടെ മേൽ വരും. അനുഗ്രഹം മാത്രമല്ല, ദൈവത്തിൻ്റെ ഭാഗത്ത് ശാപവും വരും, തിന്മയും വരും, ശിക്ഷയും വരും. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള, ഇതാണ് നിബന്ധന, നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള അവൻ്റെ നിയമം നിങ്ങൾ ലംഘിക്കുകയും ചെന്ന് അന്യദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ യഹോവയുടെ കോപം നിങ്ങളുടെ നേരെ ജ്വലിക്കും. അവൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ വേഗം നശിച്ചു പോവുകയും ചെയ്യും. ദുരുപദേശത്തിൽ അകപ്പെട്ട് കിടക്കുന്നവരെ അറിയണം ഈ സത്യം. ദൈവത്തെ ഉപേക്ഷിച്ച് പോകുമ്പോൾ തീർച്ചയായിട്ടും നന്മയല്ല വരാൻ പോകുന്നത്. നമുക്ക് ഭൂമിയിൽ ചിലപ്പോൾ ജോലി കിട്ടും, ശമ്പളം കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും. അതൊന്നും നന്മയല്ല. ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതാണ് ഏറ്റവും വലിയ തിന്മ. അതിൻ്റെ പേരിൽ കിട്ടുന്ന നന്മയൊന്നും നന്മയല്ല. അത് പലർക്കും അറിയില്ല. ഇവിടെ വ്യക്തമായിട്ട് ദൈവം അവരെ ഓർമ്മിപ്പിച്ചു. നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞൊക്കെ ഞാൻ തന്നു, ഒന്നിനും വീഴ്ച വരുത്തിയിട്ടില്ല. നിങ്ങൾ സ്വന്തമാക്കി അവിടെ കുടിപ്പാർത്തു, നിങ്ങളുടെ ശത്രുക്കളെ വരെ ഞാൻ നിങ്ങൾക്ക് നീക്കിത്തന്നു. ഇതേ സ്ഥലം തന്നെയാണ്, ഇതേ രാജ്യം തന്നെയാണ് ശലോമോന്റെ ഭരണകാലത്ത് ശലോമോൻ തൻ്റെ രാജ്യഭരണത്തിൽ വാണ സ്ഥലം. 1 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഈ സത്യം ഓർമ്മപ്പെടുത്തും. അപ്പോൾ ദൈവം അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ദേശം അവർക്ക് കൊടുത്തത് കൊണ്ടാണ് ശലോമോന് ആ രാജ്യത്തിന് മേൽ രാജാവായി വാഴുവാൻ സാധിച്ചത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നദി മുതൽ ഫെലിസ്ത്യ ദേശം വരെയും മിസ്രൈമിൻ്റെ അതിർ വരെയുമുള്ള സകല രാജ്യങ്ങളെയും ശലോമോൻ വാണു. അവർ കപ്പം കൊണ്ടുവന്ന് ശലോമോനെ അവൻ്റെ ജീവപര്യന്തം സേവിച്ചു. അപ്പോൾ ഇതേ അതിരുകളാണ് പണ്ട് ദൈവം അബ്രഹാമിനോട് ഉൽപ്പത്തി 15 പറഞ്ഞത്. ഞാൻ നിനക്ക് നൽകാൻ പോകുന്ന ദേശത്തിൻ്റെ അതിര് ഇതാണ്. യൂഫ്രട്ടീസ് നദി മുതൽ മഹാനദി വരെയുള്ള ആ അതിരുകളെക്കുറിച്ച് ദൈവം അബ്രഹാമിനോട് ഉൽപ്പത്തി 15-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ പറഞ്ഞ അതേ സ്ഥലം തന്നെയാണ് ഇന്ന് ശലോമോൻ വാഴുന്നത് എന്ന് 1 രാജാക്കന്മാർ 4:21. അപ്പോൾ ഈ വേദഭാഗം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ പറയുന്ന അതേ വേദഭാഗം വളരെ കൃത്യമായിട്ട് ദൈവം അബ്രഹാമിനോട് ഞാൻ തരാമെന്ന് പറഞ്ഞ ദേശത്തിൻ്റെ അതിരുകൾ ഇന്നതാണെന്ന് പറഞ്ഞത് അത് തന്നെയാണ്. ഒന്ന് വേണമെങ്കിൽ വായിച്ച് കേൾക്കാം. ഉൽപ്പത്തി പുസ്തകത്തിലെ 15-ാം അധ്യായം. ഉൽപ്പത്തി 15-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലാണ് പറഞ്ഞത്, അന്ന് യഹോവ അബ്രഹാമിനോട് നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി മുതൽ ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ, അതായത് കേന്യർ, കെനിസ്യർ, കിമോനിയർ, ഹിത്യർ, പെരിസർ, എഫായിമർ, അമോര്യർ, കനാനിയർ, ഗിർഗസ്യർ, യെബ്യൂസർ എന്നുള്ള ദേശത്ത് തന്നെ തന്നിരിക്കുന്നതല്ല ചെയ്തു. കനാൻ ദേശത്ത് പാർത്ത ദേശക്കാർ ഇവരായിരുന്നു. ആ ദേശമാണ് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത്. ആ ദേശമാണ് അവർക്ക് കൊടുത്തത്. അവിടെയാണ് ശലോമോൻ ഇന്ന് വാഴുന്നത്. അതുകൊണ്ട് അബദ്ധം ആരും ചിന്തിക്കരുത്. ദൈവം ഇസ്രായേലിന് കൊടുക്കാമെന്ന് പറഞ്ഞ ദേശം ഇനിയും കൊടുത്തിട്ടില്ല എന്ന് ചിന്തിക്കരുത്. ദൈവം അവർക്ക് ആ ദേശം കൊടുത്തു, അവർ മുഴുവനായിട്ട് അനുഭവിച്ചു. അബ്രഹാമിനും അവൻ്റെ സന്തതികൾക്കും ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ ദേശം കൊടുത്തു എന്ന് വചനം വ്യക്തമായി പറയും. യോശുവ ആവർത്തിച്ച് പറയും. അവിടെയാണ് ശലോമോൻ രാജാവായി വാണത്. എല്ലാ ദേശവും കൊടുത്തു, ഒരു വാഗ്ദാനം നിവൃത്തിയാകാതിരുന്നിട്ടില്ല. അത് രാജാക്കന്മാരുടെ പുസ്തകത്തിലും നമ്മൾ യോശുവയുടെ പുസ്തകത്തിലും കണ്ടു. അപ്പോൾ ദൈവം തൻ്റെ വചനം പൂർത്തിയാക്കി. ദൈവത്തിൻ്റെ വചനങ്ങൾ വൃഥാവാകില്ല. മാത്രമല്ല 5-ാം നൂറ്റാണ്ട് ബി സി 5-ാം നൂറ്റാണ്ടിൽ ഇസ്രയേലിൻ്റെയും യഹൂദയുടെയും
ഈ പ്രവാസം സംഭവിക്കുമ്പോൾ, അടിമത്തം സംഭവിക്കുന്ന സമയത്ത് അതിൽ നിന്ന് അവർ മടങ്ങി വരുന്ന സമയത്ത്, യഹൂദിയിൽ നിന്ന് മനുഷ്യർ മടങ്ങി വരുന്ന സമയത്ത് ഈ രാജ്യം അവകാശമാക്കുവാനായിട്ടുള്ള ആഗ്രഹത്തോടെയാണ് വരുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 9-ാം അധ്യായം, നെഹമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ വിഷയത്തെ ഓർമ്മപ്പെടുത്തും നെഹമ്യാ 9, 7, 8 വാക്യങ്ങൾ. അബ്രഹാമിനെ, അവിടെ ഏതൊക്കെ വിഷയങ്ങളാണ് പരാമർശിക്കുന്നത് ശ്രദ്ധിക്കുക. അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് അവനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന് അവന് അബ്രഹാം എന്ന് പേരിട്ട ദൈവമായ യഹോവ നീ തന്നെ. ഇത് പ്രാർത്ഥനയാണ്. നീ അവൻ്റെ ഹൃദയം നിന്റെ മുമ്പാകെ വിശ്വസ്തമായി കണ്ടു. കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, യബൂസ്യർ, ഗിർഗസ്യർ എന്നിവരുടെ ദേശം കൊടുക്കും. അവൻ്റെ സന്തതിക്ക് തന്നെ കൊടുക്കുമെന്ന് നീ അവനോട് നിയമം ചെയ്തു. നീ നീതിമാനായിരിക്കാൽ നിന്റെ വചനങ്ങളെ നിവർത്തിച്ചു. ഇപ്പം നെഹമ്യാ തിരിച്ചു വരുന്ന പ്രവാസികളായ യഹൂദന്മാരോടൊക്കെ പറയുകയാണ്, നിങ്ങളുടെ പൂർവ്വപിതാവായ അബ്രഹാമിനെ നീ എവിടെ നിന്ന് കൊണ്ടുവന്നു? അവനെ പേരെന്ത് മാറ്റി? അവന് കൊടുത്ത വാഗ്ദാനം എന്താണ്? ഏത് ദേശമെന്നാണ് അവൻ കൊടുക്കുമെന്നാണ് പറഞ്ഞത്? ആ ദേശം ഏതൊക്കെ ജാതികളാണ് പാർത്തിരുന്നത്? ഏത് കൊടുക്കുമെന്ന് പറഞ്ഞു? ദൈവം വാഗ്ദാനം നിവർത്തിയാക്കി. അപ്പോൾ അവസാനത്തെ വാക്ക് പറയുന്ന പോലെ നിന്റെ വചനങ്ങളെ നീ നിവർത്തിച്ചുമിരിക്കുന്നു ദൈവത്തോട് പറയുകയാണ്. നിന്റെ വചനങ്ങളെ നിവർത്തിച്ചു. ഇതിനേക്കാളും വ്യക്തമായിട്ട് ഇനി എന്താ പറയാനുള്ളത്? അപ്പോൾ ഈ വാക്യത്തിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ്? നീ അബ്രഹാമിനെ വിളിച്ചതും ദേശം കൊടുക്കാമെന്ന് പറഞ്ഞും ദേശത്തിൻ്റെ വിസ്തീർണവും എല്ലാം അവിടെ വ്യക്തമായി പറയും. അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല. ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞ ദേശമെല്ലാം ദൈവം കൊടുത്തു. ദൈവം തൻ്റെ വാഗ്ദാനം നിവർത്തിയാക്കി. മുടങ്ങിപ്പോയൊരു വാഗ്ദാനമില്ല ദൈവത്തിന്. ഇതിൻ്റെ വാഗ്ദാനങ്ങൾ ഉവ് എന്നാണ്. അപ്പോൾ അനുഗ്രഹങ്ങൾ അവർക്ക് സംഭവിച്ചു. അബ്രഹാമിനും അവൻ്റെ സന്തതികൾക്കും അനുഗ്രഹമായി ദേശം കൊടുത്തു, ഒരു കൈവശമാക്കി. ആ ദേശം അവരത് സ്വന്തമാക്കി. അതുകൊണ്ട് ഇനിയൊരു ദേശം അവർക്കില്ല. ആ ദേശത്ത് പാർത്തില്ലെന്ന് മറ്റൊരു കാര്യം നമ്മൾ പിന്നീട് ചിന്തിക്കാൻ പോവുകയാണ്. ഒരു ദേശത്ത് വിശ്വസ്തരായിരുന്നില്ല. ഒരു ദേശത്ത് പാർക്കണമെങ്കിൽ ദൈവവചനം, ദൈവകൽപ്പനയോട് വിശ്വസ്തരായി നിന്നാൽ മാത്രമേ ദൈവം അനുഗ്രഹിക്കുകയുള്ളൂ. ആത്മീക അനുഗ്രഹം. നമ്മൾ ഈ അനുഗ്രഹം എന്ന് പറയുമ്പോൾ പലപ്പോഴും പറയുന്നത് പൈസയും വീടും ജോലിയും സമ്പത്തും വാഹനങ്ങളും ഇതൊക്കെയാണ്. ഇതല്ല അനുഗ്രഹം. ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ആത്മീകമാണ്. ദൈവവചനം, സത്യം മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ സത്യസന്ധമായ ദൈവത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കുക. ഇതിനേക്കാൾ വലിയ അനുഗ്രഹം വേറെ. ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. സർവ്വലോകം നേടിയിട്ടും ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയുന്ന ഭൗതിക നേട്ടങ്ങളല്ല അനുഗ്രഹം. യഥാർത്ഥ അനുഗ്രഹം ആത്മീകമാണ്. ദൈവത്തിൻ്റെ മാർഗവും അറിയുന്നതാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ദൈവം അവർക്ക് കൊടുത്ത ദേശത്ത് വിശ്വസ്തരായി നിന്നില്ല. അതിൻ്റെ ഭവിഷ്യത്തോടെ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ ഈ അബ്രഹാമിന് കൊടുക്കാമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങളിൽ 3 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 1 ജാതിയാക്കും, 2 ദേശം നൽകും, 3 ആത്മീക സന്തതി. ഇനി അത് മാത്രമേ നിവൃത്തിയാകാനുള്ളൂ നമ്മൾ പഠിക്കാനായിട്ട്. ബാക്കി 2 കാര്യം നമ്മൾ കണ്ടു. 2ഉം നിവൃത്തിയായി. അബ്രഹാമിനെ മഹാജാതിയാക്കി, ആ ദേശം അവർക്ക് കൊടുത്തു. ഈ വാഗ്ദാനം, ഭൗതികമായ വാഗ്ദാനങ്ങൾ എല്ലാം നിവൃത്തിയായി. അബ്രഹാം വലിയ ജാതിയായി മാറി. അബ്രഹാമിന് ദേശം കൊടുത്തു. അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾക്ക് അബ്രഹാമിൻ്റെ സന്തതി ഇസ്ഹാക്ക്, യാക്കോബ്, യാക്കോബിൻ്റെ മക്കളായ ഇസ്രായേൽ ജനത്തിന് ഇത് കൊടുത്തു. പക്ഷേ ആ ദേശത്ത് പാർത്ത് അത് അവകാശമാക്കുന്നതിന് അവർ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ദൈവവചനത്തെ അനുസരിച്ചാൽ മാത്രമേ ദേശത്ത് പാർത്ത് അതിനെ അവകാശമാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവർ പ്രവാസത്തിലേക്ക് പോകുന്ന ചരിത്രം നമ്മൾ കാണാൻ പോവുകയാണ്. ഈ 2 കൂട്ടരും, ഇസ്രായേലും യഹൂദയും, 2 കൂട്ടരും പ്രവാസത്തിലേക്ക് പോവുകയും അവിടെ നിന്ന് മടങ്ങി വരുന്നതിനെക്കുറിച്ച് കാണാൻ സാധിക്കും. അപ്പം ഇന്ന് ചിലരുടെ മനസ്സിലുള്ളൊരു ചോദ്യം, സംശയം, ദൈവം ഇസ്രായേലിന് കൊടുക്കാമെന്ന് പറഞ്ഞ ദേശം ഇനിയും അവശേഷിക്കുന്നുണ്ടോ? അവർക്ക് ഇനിയും ഒരു ദേശം സ്വന്തമായി കിട്ടാനുണ്ടോ? ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ നിവൃത്തിയാക്കിയോ? ഇനിയും ഏതെങ്കിലും വാഗ്ദാനങ്ങൾ അവശേഷിക്കുന്നുണ്ടോ എന്നൊരു സംശയം പലപ്പോഴും ഉണ്ടാകും. അതിൻ്റെ യാതൊരു ആവശ്യമില്ല. കാരണം ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞത് അവർക്ക് കൊടുത്തു. അവരത് സ്വന്തമായി അനുഭവിക്കാനായിട്ട് അവർക്ക് സാധിക്കാത്തതുകൊണ്ട് അവർ ചിതറിക്കപ്പെട്ടു. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പം ദാവീദ് എന്ന രാജാവിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ഐക്യരാജ്യമാണ്. അതായത് യാക്കോബിൻ്റെ 12 മക്കളാകുന്ന ഇസ്രായേൽ ജനത, 12 ഗോത്രങ്ങൾ അടക്കി വാഴുന്ന നല്ലൊരു ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവായി അറിയപ്പെട്ട ദാവീദ്, ദൈവം നിയോഗിച്ച ദാവീദ് ശക്തനായ ഭരണാധികാരിയായി. അന്ന് ഇസ്രായേൽ ജനം ലോകത്തെ മഹാശക്തിയായിരുന്നു ദാവീദിൻ്റെ കീഴിൽ. ദാവീദിൻ്റെ മകനായ ശലോമോൻ കടന്നു വരും. ശലോമോൻ്റെ കാലത്ത് ഈ രാജ്യം സമ്പൂർണമായ മഹത്വം പ്രാപിച്ചു. സുവർണ കാലഘട്ടമായിരുന്നു ശലോമോൻ്റെ കാലഘട്ടം. ശലോമോൻ ദൈവജ്ഞാനമുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ ശലോമോൻ്റെ മരണം
ഏകദേശം 935-945 BC-യിൽ സംഭവിച്ചു കഴിയുമ്പോൾ ശലോമോന്റെ മകനായ രഹോബയമാണ് രാജ്യഭരണത്തിലേക്ക് വരുന്നത്, സിംഹാസനത്തിൽ വരുന്നത്. ആ കാലത്തിലാണ് ഈ 12 ഗോത്രങ്ങളടങ്ങുന്ന ഐക്യരാജ്യം വിഭജിക്കപ്പെട്ടു. ആ വിഭജിക്കപ്പെട്ട ചരിത്രം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-12 അധ്യായത്തിൽ കാണാം. 2ആയി വിഭാഗിക്കപ്പെട്ടു. ഒരുമിച്ചിരുന്ന അവസ്ഥ അവസാനിച്ചു. ഇനി ഒരുമിച്ചിരുന്ന അവസ്ഥ അവസാനിച്ചു. വടക്ക് ഇസ്രയേൽ 10 ഗോത്രങ്ങൾ, തെക്ക് യഹൂദ 2 ഗോത്രങ്ങൾ. ഇനി 2 പ്രവാസത്തെക്കുറിച്ച് ചിന്തിക്കാം. ഒന്ന് അസീറിയയിലേക്കുള്ള പ്രവാസം, 2 ബാബിലോണിലേക്കുള്ള പ്രവാസം. ഇപ്പം രാജ്യം വിഭജിക്കപ്പെട്ടു. മാത്രമല്ല ആത്മീകമായ അധംപതനവും സംഭവിച്ചു, വിശ്വാസത്യാഗം സംഭവിച്ചു. രാജ്യത്തിൻ്റെ വിഭജനവും ആത്മീകമായ അധംപതനവും നാശത്തിലേക്കാണ് എപ്പോഴും നയിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ജനമായാൽ, ആത്മീകമായി അധംപതിച്ചാൽ, ദൈവമക്കൾ വിഭജിച്ചാൽ അത് അധംപതനത്തിലേക്ക് നയിക്കും. ആദ്യം ഇസ്രയേലിനെ കുറിച്ച് നോക്കാം. ഈ 10 ഗോത്രങ്ങളെന്ന ഇസ്രയേൽ തലകുത്തി മറിഞ്ഞു വീഴും എന്ന് പറയാം. കാരണം വിഗ്രഹാരാധനയാണ് അവിടെ നാശത്തിനുള്ള ഏറ്റവും വലിയ കാരണം. അവിടെ രാജാവായ യെരോബോം അവിടെ ദേശത്തിൻ്റെ നാശത്തിന് കാരണമായി മാറി. ഒരു സ്വർണം കൊണ്ടൊരു കാളക്കുട്ടി ഉണ്ടാക്കിയിട്ട് താൻ തൻ്റെ രാജ്യത്ത് പ്രതിഷ്ഠിച്ചു. സമരിയാണ് അവരുടെ തലസ്ഥാനം. എന്നിട്ട് എല്ലാവരും ആ കാളക്കുട്ടി ആരാധിക്കണമെന്ന് പറയും. ദൈവത്തെ ആരാധിക്കാൻ ഇസ്രയേലിലേക്ക് പോകാതിരിക്കാനാണ് ഇങ്ങനെ അദ്ദേഹം ചെയ്തത്. 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 12-ാം അധ്യായം 25 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ആ ചരിത്രം കാണാം. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 33 വാക്യങ്ങളിൽ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 25 വാക്യങ്ങൾ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അനന്തരം യെരോബിയാം എഫ്രൈം മലനാട്ടിൽ സെഖേം പണിതോടെ പാർത്തു. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു, പെനുവേലും പണിതു. എന്നാൽ യെരോബിയാം തൻ്റെ മനസ്സിൽ രാജ്യത്തെ വീണ്ടും ദാവീദ് ഗൃഹത്തിനായി പോകും. ഈ ജനം യെരൂശലേമിൽ യഹോവയുടെ ആലയത്തെ യാഗം കഴിപ്പാൻ ചെന്നാൽ ഈ ജനത്തിൻ്റെ ഹൃദയം യഹൂദ രാജാവായ രഹബിയാം എന്ന തങ്ങളുടെ യജമാനെങ്കിലേക്ക് തിരികെയും അവർ എന്നെ കൊന്ന് യഹൂദ രാജാവായ രഹബിയാമിൻ്റെ പക്ഷം ചേരുകയും ചെയ്യുമെന്ന് പറഞ്ഞ് രണ്ടുപേരും പേരുകൾ ഏകദേശം ഒരേപോലെ തോന്നും. ഒന്ന് രഹബിയാം, അത് യഹൂദയുടെ രാജാവ്. ഇത് യെരോബിയാം, അത് ഇസ്രായേലിൻ്റെ രാജാവ്. യഹോവയുടെ പക്ഷം ചേരുവന്ന് പോവുകയും ചെയ്തെന്ന് പറഞ്ഞ് ആകയാൽ രാജാവ് ആലോചിച്ച് പൊന്നുകൊണ്ട് 2 കാളക്കുട്ടി ഉണ്ടാക്കി, നിങ്ങൾ യെരൂശലേമിൽ പോയത് മതി, ഇസ്രയേലെ ഇതാ നിന്നെ മിസ്ര ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം എന്ന് അവരോട് പറഞ്ഞു. അവനൊന്നിനെ ബഥേലിലും മറ്റേതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു. ഈ കാര്യം പാപഹേതുവായി തീർന്നു. ദൈവത്തെ നമസ്കരിക്കാൻ അനുവദിക്കാതെ ഈ മനുഷ്യൻ യെരോബിയാം 2 കാളക്കുട്ടി ഉണ്ടാക്കി. ഒന്ന് ബഥേലിൽ വെച്ച് മറ്റൊന്നിനെ ദാനിലും പ്രതിഷ്ഠിച്ചു. ജനങ്ങൾ പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല. ഇതാണ് ഏറ്റവും വലിയ പാപം, യെരോബിയാമിൻ്റെ പാപം. നേബാത്തിൻ്റെ മകനായ യെരോബിയാമിൻ്റെ പാപം, യെരോബിയാമിൻ്റെ വഴിയിൽ നടന്നു. അനവധി തവണ ബൈബിളിൽ കാണുന്ന പ്രസ്താവനയുടെ കാരണം ഇതാണ്, പ്രസ്താവനയുടെ അർത്ഥം ഇതാണ്. വിഗ്രഹാരാധന. ദൈവം പണ്ട് മോശയിലൂടെ അനുഗ്രഹത്തിൻ്റെ ശാപത്തിൻ്റെ വാക്കുകൾ പറഞ്ഞതാണ് ഉടമ്പടിയിൽ. അതെല്ലാം തകർത്തു. ഇതാണ്, ഈ കാളക്കുട്ടിയാണ് നിങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം എന്ന് പറയാൻ തക്കവണ്ണമുള്ള അധംപതനമാണ് ഇവിടെ സംഭവിച്ചത്. നിന്നെ മിസ്രൈം ദേശത്ത് കൊണ്ടുവന്ന് നിന്റെ ദൈവം എന്ന് അവരോട് പറഞ്ഞു. ഈ കാളക്കുട്ടിയെ ചൂണ്ടിക്കാണിച്ചു. എന്തൊരു അധംപതനമാണ് മനുഷ്യർക്ക്, ദൈവമക്കൾക്ക്. അവരുടെ നാശത്തിന് കാരണമായി. അവർ താക്കീതുകളൊന്നും കേൾക്കാൻ തയ്യാറായില്ല. പ്രവാചകന്മാരുടെ നടുവിലുണ്ട്, അവർ പറയുന്ന വാക്കുകളൊന്നും കേൾക്കാൻ തയ്യാറായില്ല. അവസാനം അവർ തകർക്കപ്പെടുകയാണ്. തിരിച്ചു വരാൻ കഴിയാതെ വന്ന ഒരു പ്രവാസത്തിലേക്ക്, അടിമത്തത്തിലേക്ക് പോയി. ദൈവരെ തകർത്ത് കളഞ്ഞു. അസീറിയ രാജാവ് കയറി വന്ന് തൻ്റെ ശക്തി കൊണ്ട് ഈ രാജ്യത്തെ തകർത്തു. അവിടെ എല്ലാ അവസ്ഥകളെയും തകർത്ത് കളഞ്ഞു. അവരുടെ സാമ്പത്തിക അവസ്ഥകളെല്ലാം തകർത്ത് കളഞ്ഞു. അവരെ ചിതറിച്ച് കളഞ്ഞു. എവിടേക്ക് അവർ ചിതറിക്കപ്പെട്ടോ അവിടെ തിരിച്ചു വന്നിട്ടില്ല. അവിടെ തന്നെ കിടക്കുക, അലയുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ, 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 6 വരെ വായിച്ച് കേൾക്കുന്ന ചില വാക്യങ്ങൾ വായിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. യഹൂദ രാജാവായ ആഹാസിൻ്റെ 12-ാം ആണ്ടിൽ ഏലയുടെ മകനായ ഉസിയ ഇസ്രായേലിന്റെ രാജാവായി സമരയിൽ 9 സംവത്സരം വാണു. ഒരു യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു.
തനിക്ക് മുമ്പുള്ള ഇസ്രായേൽ രാജാക്കന്മാർ പോലെ അല്ലതാനും അവൻ്റെ നേരെ അസൂർ രാജാവ് സൽമനേസർ പുറപ്പെട്ടു വന്നു. ഹോസി അവന് ആശ്രിതനായി തീർന്നു, കപ്പം കൊടുത്തു. എന്നാൽ ഹോസിയ മിസ്രൈൽ രാജാവായ സോവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയക്കുകയും അസൂർ രാജാവിന് ആണ്ടുതോറുള്ള കപ്പം കൊടുത്തയക്കാതിരിക്കുകയും ചെയ്യുന്ന നിമിത്തം അസൂർ രാജാവിന് ദ്രോഹം കണ്ടിട്ട് അവനെ പിടിച്ച് ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി. അസൂർ രാജാവ് രാജ്യത്ത് എല്ലായിടത്തും കൂടി കടന്ന് സമരിലേക്ക് വന്ന് അതിനെ സമരിയ ഇസ്രായേലിൻ്റെ തലസ്ഥാനം നമ്മൾ പറഞ്ഞു. സമരിലേക്ക് വന്നതിനെ 3 സംവത്സരം നിരോധിച്ചു. ഹോസിയുടെ 9-ാം ആണ്ടിൽ അസൂർ രാജാവ് സമരിയെ പിടിച്ച് ഇസ്രായേലിനെ ബദ്ധരാക്കി അസൂറിലേക്ക് കൊണ്ടുപോയി. പലകിലും ഗോസാ നദീരത്തിലെ ഹാബോറിലും മേദിയുടെ പട്ടണങ്ങളെയും പാർപ്പിച്ചു. ഇസ്രായേൽ മക്കൾ തങ്ങളെ മിസ്രൈൽ രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് മിസ്രൈൽ ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന് തങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്ത് അന്യദൈവങ്ങളെ ഭജിക്കുകയും യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ ചട്ടങ്ങളെയും അവയെ നടപ്പാക്കിയ ഇസ്രായേൽ രാജാക്കളുടെ ചട്ടങ്ങളെയും അനുസരിച്ച് നടക്കുകയും ചെയ്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്നും പറയും കൃത്യമായി. എന്നാൽ ദൈവത്തെ അവർ നമസ്കരിച്ചില്ല, തങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്തു. എന്നിട്ട് ദൈവങ്ങൾ ആചരിക്കരുതെന്ന് പറഞ്ഞ് അന്യദൈവങ്ങളെ അവർ ആചരിച്ചു. എന്നിട്ട് അതിൻ്റെ 18-ാം വാക്യം കൂടെ ശ്രദ്ധിക്കണം. അതേ അധ്യായം 2 രാജാക്കന്മാർ 17. അതിൻ്റെ 18-ാം വാക്യം പറഞ്ഞാൽ, അത് നിമിത്തം യഹോവ ഇസ്രായേലിനോട് ഏറ്റവും കോപിച്ച് അവരെ തൻ്റെ സന്നിധിയിൽ നീക്കിക്കളഞ്ഞു. യഹൂദ ഗോത്രം മാത്രമല്ലാതെ ആരും ശേഷിച്ചില്ല. ഇസ്രായേൽ 10 ഗോത്രങ്ങളെ ദൈവം നീക്കിക്കളഞ്ഞു. സമരിയക്കെതിരെ യുദ്ധം നടന്നു. ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ സമരിയക്കെതിരെ യുദ്ധമുണ്ടായി. ആദ്യം സൽമനേസർ ആരംഭിച്ചു. പിന്നീട് തൻ്റെ ഒരു സൈന്യാധിപതി സർഗോണിൻ്റെ നേതൃത്വത്തിൽ കടന്നു വന്നു. ഏകദേശം 722-721 BC-യിൽ സർഗോൺ ഈ രാജ്യം കൈവശമാക്കുകയും ഇസ്രായേലിനെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. ദൈവം പറഞ്ഞ അനുഗ്രഹങ്ങളുടെ ശാപങ്ങളിൽ പറഞ്ഞതുപോലെ ശാപം അനുഭവിച്ചു. അവിടെ വ്യക്തമായി നമ്മൾ കണ്ടു. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ആവർത്തനത്തിൽ ദൈവം വ്യക്തമായിട്ട് പറഞ്ഞതാണ്. എൻ്റെ ദൈവകൽപ്പന അനുസരിച്ചില്ലെങ്കിൽ എൻ്റെ 15-ാം വാക്യത്തിൽ ആവർത്തനം 28-ാം അധ്യായം 15-ാം വാക്യം അവിടെ ദൈവം വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ ഈ ശാപങ്ങളൊക്കെ നിങ്ങളുടെ മേൽ വരുമെന്ന്. അതേപോലെ തന്നെ വരികയുണ്ടായി. എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന സകല അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെ നിനക്ക് വന്ന് ഭവിക്കും. എന്നിട്ട് അതേ അധ്യായത്തിൻ്റെ 63-64 വായിച്ച് കേൾക്കണം. ആവർത്തനം 28-63. നിങ്ങൾക്ക് ഗുണം ചെയ്യുവാനും നിങ്ങളെ വർദ്ധിപ്പിപ്പാനും യഹോവ നിങ്ങളുടെ മേൽ പ്രസാദിച്ചിരുന്നത് പോലെ തന്നെ നിങ്ങളെ നശിപ്പിപ്പാനും നിർമൂലമാക്കുവാനും യഹോവ പ്രസാദിച്ച് നീ കൈവശമാക്കാൻ ചെയ്യുന്ന ദേശത്ത് നിന്ന് നിങ്ങളെ പറിച്ചു കളയും. യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവ്വജാതിയുടെ ഇടയിൽ ചിതറിക്കും. അവിടെ നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മരവും കല്ലും കൊണ്ടുള്ള അന്യദൈവങ്ങൾ നീ സേവിക്കും. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ വരുന്ന ഭവിഷ്യത്ത് വളരെ വളരെ വലുതാണ്. അപ്പോൾ ഇത് അസീറിയയിലേക്ക് കൊണ്ടുപോയി. ആരെ? ഇസ്രായേൽ 10 ഗോത്രങ്ങൾ. അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞു, കാളക്കുട്ടിയുടെ പുറകിൽ പോയി. ഇതാണ് നമ്മളെ വിളിച്ചുകൊണ്ട് വന്ന് രക്ഷിച്ച ദൈവം എന്നവർ പറഞ്ഞു. ഇവിടെ മനസ്സും കട്ടിയായി. ദൈവത്തെ എത്ര പെട്ടെന്നാണ് മറഞ്ഞത്. പിന്നീട് യൂദയ്ക്ക് എന്ത് സംഭവിച്ചു? യൂദ ഒരു ചെറിയ ദേശം, 2 ഗോത്രങ്ങൾ മാത്രമുള്ളൂ. കുറച്ചവിടെ സ്വതന്ത്രമായി നിന്നു. അവിടെ നടുവിൽ യെശയ്യാ എന്ന പ്രവാചകന്റെ കാലഘട്ടം, ഏകദേശം നല്ല ഭരണം നടത്തിയ ഹിസ്കിയാവിൻ്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അവർ വിശ്വസ്തയോടെ നിന്നു. 2 രാജാക്കന്മാർ 18, 19, 20 അധ്യായങ്ങൾ. പക്ഷേ ഹിസ്കിയാവിൻ്റെ 21 വർഷത്തിൻ്റെ ഭരണത്തിന് ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനായ മനേശ ഭരണത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ തലകുത്തി മറിയും. 12-ാമത്തെ വയസ്സിലാണ് മനേശ ഭരണത്തിലേക്ക് വരുന്നത്. ഹിസ്കിയാവിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചില്ല. വീണ്ടും രാജ്യം വിഗ്രഹാലയിലേക്ക് കൂപ്പുകുത്തും. യഹൂദ ദേശം വളരെയധികം തരത്തിൽ തകർന്നടിക്കും ദേശം. 50-ലധികം വർഷമാണ് മനേശ ഭരിച്ചത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 18 വാക്യം. പക്ഷെ അതിൻ്റെ അവസാന കാലഘട്ടത്തിൽ മാത്രമാണ്, അവസാനം തന്നെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രമാണ് തനിക്ക് തിരിച്ചറിവുണ്ടാകുന്നത്. അത് ദിനവൃത്താന്ത പുസ്തകത്തിൽ അത് വ്യക്തമായിട്ട് പറയും. 2 ദിനവൃത്താന്തം 33-ാം അധ്യായത്തിൽ അതിൻ്റെ 10 മുതൽ 20 വാക്യങ്ങളിൽ ഈ മനേശയ്ക്ക് അവസാനം തിരിച്ചറിവുണ്ടാകും. തിരിച്ചറിവുണ്ടായി ദൈവത്തോട് നിലവിളിക്കും. പക്ഷേ സമയം വൈകിപ്പോകും. 2 ദിനവൃത്താന്തം 33-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 20 വേദഭാഗം. ചില വേദഭാഗങ്ങൾ വായിച്ചു കേട്ടാൽ മാത്രമേ നമുക്ക് എൻ്റെ ആധികാരികത ബോധ്യപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് വായിക്കുന്നത് സമയമെടുത്ത്. 2 ദിനവൃത്താന്തം 33-ന്റെ 10 മുതൽ യഹോവ മനേശയോട് അവൻ്റെ ജനത്തോട് സംസാരിച്ചു, എങ്കിലും അവർ ശ്രദ്ധിച്ചില്ല. ആകെ യഹോവ അസൂർ രാജാവിൻ്റെ സൈന്യാധിപതിമാരെ അവിടെ നേരെ വരുത്തി. അവർ മനേശയെ കൊളുത്തുകളാൽ പിടിച്ച് ചങ്ങലയിട്ട് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. കഷ്ടത്തിലായപ്പോൾ അവൻ തൻ്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. തൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തിനു മുമ്പിൽ തന്നെത്താൻ ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു. അവൻ്റെ പ്രാർത്ഥന കൈക്കൊണ്ട്
അവൻ്റെ യാചന കേട്ട് അവൻ്റെ വീണ്ടും യെരൂശലേമിൽ അവൻ്റെ രാജ്യത്തിൽ തിരിച്ചു വരുത്തി. യഹോവ തന്നെ ദൈവമെന്ന് മനീഷയ്ക്ക് ബോധ്യമായി. ചില കഷ്ടതകൾ വേണം ചിലർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ. മനീഷയ്ക്ക് ബോധ്യം, പക്ഷേ സമയം വൈകിപ്പോയി. താൻ വീണ്ടും രാജസ്ഥാനത്തേക്ക് വരുമ്പോഴേക്കും രാജ്യം അധംപതിച്ചു കഴിഞ്ഞു. പിന്നീട് വന്ന യോസിയ എന്ന രാജാവ് പോലും ശ്രദ്ധിച്ചിട്ട് ഈ കുത്തൊഴുക്ക് തടയാൻ സാധിച്ചില്ല. വിഗ്രഹാരാധന ഹൃദയത്തിൽ കുടികയറി കഴിഞ്ഞു. ദേശത്ത് നീക്കാൻ ശ്രമിച്ചാലും, വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും സ്തൂപങ്ങളെയൊക്കെ ദേശത്ത് തുളച്ചു നീക്കാൻ ശ്രമിച്ചാലും, പക്ഷെ ഹൃദയത്തിൽ നിന്ന് പോകുന്നില്ല. ഹൃദയത്തിൽ നിന്ന് നിഷേധവും മത്സരവും മാറുന്നില്ല. പിന്നെ യഹൂദയുടെ നാശം സമീപിച്ചു. ഇവിടെ നാശത്തിന് കാരണമായി. എല്ലാ തരത്തിലും യഹൂദ രാജ്യം തകരുകയാണ്. സാമ്പത്തികമായിട്ടും സൈനികപരമായിട്ടും എല്ലാ തരത്തിലും അപജയം സംഭവിക്കുന്നു. അവസാനം യിരെമ്യാവിന്റെ നാശത്തെക്കുറിച്ച് പ്രവചിക്കും. അപ്പോൾ അവരുടെ മഹത്വം അവർ വിട്ടുപോവുകയാണ്. പെട്ടെന്നാണത് വിട്ടുപോയത്. 612 BC ബാബിലോൺ ശക്തമായ രാജ്യമായി വളരും. ബാബിലോൺ വളർന്നു കഴിയുമ്പോൾ അസീറിയ കീഴടക്കും, അസീറിയ തോൽപ്പിക്കും നിനിവയിൽ വെച്ച്. 606 BC നെബൂഖദ്നേസർ ഈ യഹൂദ രാജാവായ യഹോയാക്കീം, ആ പേരുകൾ തമ്മിൽ സാമ്യമുണ്ട്. അവസാനത്തെ അക്ഷരത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. യഹോയാക്കീം എന്ന രാജാവിനെ യെരൂശലേമിൽ വെച്ച് തോൽപ്പിക്കും. 2 രാജാക്കന്മാർ 24-ാം അധ്യായം ആദ്യത്തെ 7 വാക്യങ്ങൾ. അതോടൊപ്പം അവനോടൊപ്പം ദാനിയേലിനെ തുടങ്ങിയ സകല രാജസന്തതികളെയും ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോകും. യഹോയാക്കീമിന് ശേഷം വന്നത് യഹോയാക്കീനാണ്. അദ്ദേഹത്തിന് മറ്റൊരു പേര് യക്കോനിയ എന്നൊക്കെ മറ്റു പേരുകളുള്ള യഹോയാക്കീനാണ് പിന്നീട് വരുന്നത്. 3 മാസമാണ് അദ്ദേഹം ഭരിച്ചത്. നെബൂഖദ്നേസർ രാജാവ് വീണ്ടും യെരൂശലേമിനെ രണ്ടാമതും ആക്രമിക്കും. പക്ഷേ യുവാവായ ഈ രാജാവ് നെബൂഖദ്നേസർ മുമ്പിൽ കീഴടങ്ങും. ഈ രാജാവിൻ്റെ അമ്മയെയും പിടിച്ചുകൊണ്ട് പോകും. 10,000-കണക്കിന് പണിക്കാരെയും കരകൗശല വിദഗ്ധന്മാരെയുമാണ് നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ട് പോകുന്നത്. യഹൂദയ്ക്ക് വലിയ നഷ്ടമായി മാറും. അവസാനം അവിടെ തൽക്കാലത്തേക്ക് ഒരു പാവയെപ്പോലെ സെദെക്കിയാവുന്ന രാജാവിനെ അവിടെ നെബൂഖദ്നേസർ സ്ഥാപിക്കും യഹോയാക്കീൻ്റെ സ്ഥാനത്ത്. 2 രാജാക്കന്മാർ 24-ാം അധ്യായം 8 മുതൽ 20 വരെ. ഇത് 597 BC സംഭവിക്കും. ഈ സമയത്ത് ഈ പ്രവാസികൾ കടന്നു വന്ന സമയത്താണ് അവിടെ എസെക്കിയേൽ എന്ന് പറഞ്ഞൊരു പുരോഹിതനും പ്രവാചകനുമായ എസ്കേലാണ് ബാബിലോണിൻ്റെ നടുവിൽ, യഹൂദ ജനത്തിൻ്റെ നടുവിൽ ശുശ്രൂഷ ചെയ്യുന്നത്. എസെക്കിയേലിൻ്റെ ശുശ്രൂഷയാൽ യഹൂദ ഗോത്രം പിടിച്ചു നിൽക്കും, ദൈവത്തോടുള്ള ബന്ധത്തിൽ പിടിച്ചു നിൽക്കും. കാരണം അവർ തിരിച്ചു വരേണ്ടവരാണ്. യഹൂദ ഗോത്രത്തിൽ നിന്നാണ് സിംഹം വരേണ്ടത്, മഷിക വരേണ്ടത്. അതുകൊണ്ട് ദൈവം യഹൂദ ഗോത്രത്തെ വിശ്വസ്തയോടെ പിടിച്ചു നിൽക്കാൻ സഹായിക്കാൻ അതിന് പ്രവാചകന്മാരെ ഉപയോഗിക്കും. എസെക്കിയേലിൻ്റെ പുസ്തകം ആദ്യത്തെ 1, 2, 3 വാക്യങ്ങൾ. അവസാനം സെദെക്കിയ എന്ന തൽക്കാലം പാവയായിരുന്ന രാജാവ് ബാബിലോണിനോട് മത്സരിക്കും. ഇതറിഞ്ഞ നെബൂഖദ്നേസർ ശക്തമായി ഈ രാജാവിനെ കീഴടക്കും. അവസാനം തൻ്റെ ശക്തിയുള്ള സൈന്യമായി കടന്നു വന്നിട്ട് യെരൂശലേമിനെ തകർക്കും. 586 BC യെരൂശലേമിൻ്റെ മതിലുകളെ ഇടിച്ച് നിരപ്പാക്കും. രാജ്യം വീഴും, നഗരം വീഴും, ദേവാലയം കൊള്ളയിടപ്പെടും. സൊലൊമോനിലൂടെ പണിത ദേവാലയം തകർക്കും, അത് കത്തിച്ച് കളയും. 2 രാജാക്കന്മാർ 24-ാം അധ്യായം ആദ്യത്തെ 10 വാക്ക്. 2 ദിനവൃത്താന്തം 36-ാം അധ്യായം 17-21 വാക്ക്. അപ്പോൾ ദൈവം ഭരിച്ച ജനം, തിയോക്രാറ്റിക് റൂൾ, ദൈവഭരണമുണ്ടായിരുന്ന രാജ്യം, ജനാധിപത്യമല്ല, ഏകാധിപത്യമല്ല, ദൈവഭരണമുണ്ടായിരുന്ന രാജ്യം അതിവിടെ വീഴുകയാണ്, അവസാനിക്കുകയാണ്. അനുഗ്രഹവും ശാപവും ഇവർക്ക് കൊടുത്തു. പക്ഷെ അവരെ അവിശ്വസ്തരായി. ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ടില്ല. ദൈവം പറഞ്ഞത് കേട്ട് ജീവിക്കാൻ തയ്യാറായില്ല. അവസാനം ശാപം അവരുടെ മേൽ വരും. ഒരിക്കൽ തലയുയർത്തി നിന്നിരുന്ന രാജ്യങ്ങളാണ് ഇസ്രയേലും പിന്നീട് യഹൂദയും. യഹൂദ ആദ്യമേ അതമ്പതിച്ചു. പക്ഷേ ഇസ്രയേൽ ആദ്യമേ അതമ്പതിച്ചു. അവർ അസീറി എന്ന രാജ്യത്തിൽ പിടിച്ചുകൊണ്ട് കൊളുത്തിട്ട് പിടിച്ചുകൊണ്ട് അവിടെ അവർ നശിക്കുകയാണ്. അവർ തിരിച്ചു വരവില്ല. യഹൂദദേശം 2 ഗോത്രങ്ങൾ, മറുവശത്ത് 10, ഇവിടെ 2. ഇസ്രയേലിൽ സംഭവിച്ച് കണ്ടിട്ടും പഠിച്ചില്ല. അവിടെ നല്ല രാജാക്കന്മാരുണ്ടായിരുന്നു. കൂടിയ മുഖ്യ രാജാക്കന്മാർ നല്ലവരായിരുന്നു. ഇസ്രയേലിൽ നേരെ തിരിച്ചായിരുന്നു. എസെക്കിയേൽ പോലെയുള്ള ഹിസ്കിയാവിനെ പോലെ നല്ല രാജാക്കന്മാരുണ്ടായിരുന്നു. അനേക പ്രവാചകന്മാർ ശുശ്രൂഷിച്ച സ്ഥലങ്ങളാണത്. പക്ഷെ അവസാനം അവർ വീണു. ദാവീദും ശലോമോനിലൂടെ മഹത്വത്തിൻ്റെ മകുടത്തിലിരുന്ന രാജ്യം, ആ മഹത്വം അവസാനിച്ചു. എല്ലാം അധംപതിച്ച് താഴെ വീണു. കാരണം ദൈവമായ യഹോവയെ സ്നേഹിച്ചില്ല. ദൈവത്തിൻ്റെ വഴികളും കൽപ്പനകളും പിൻപറ്റുന്നില്ല. ദൈവം വിലക്കിയ അന്യദേവന്മാരുടെ ബിംബങ്ങളെയും സ്തൂപങ്ങളെയും എല്ലാം പിൻപറ്റുന്നു. നമ്മുടെ ഭാഷയിൽ ദുരുപദേശത്തെ പിൻപറ്റും. സത്യദൈവത്തിൻ്റെ വചനത്തെയും സത്യത്തെയും പിൻപറ്റാൻ തയ്യാറാകുന്നില്ല. താൽക്കാലിക നേട്ടത്തിനു വേണ്ടി ദുരുപദേശത്തെ പുറകെ പോകുന്നു. തീർച്ചയായിട്ടും നാശമാണ് അന്തിമമായി വരാൻ പോകുന്നത്. അത് വചനചരിത്രമാണ്. ഈ ചെറിയ ശേഷിപ്പ് മടങ്ങി വരുന്നതിനെക്കുറിച്ചായിരിക്കും ഇപ്പോൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്.
ഇപ്പോൾ വീണ്ടെടുപ്പ് പദ്ധതി എങ്ങനെയാണ് ലോകത്ത് ക്രമീകരിച്ചത്? ദൈവം തൻ്റെ ജനത്തെ വീണ്ടെടുക്കുന്ന ഒരു പദ്ധതി ഒരുക്കി നിത്യതയിൽ വെച്ച്. ആ പദ്ധതി ദൈവം ക്രമീകരിക്കുകയാണ്, നടപ്പിലാക്കുകയാണ്. അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് അവരുടെ മക്കളോട് ഓർമ്മിപ്പിച്ച് നിന്നെ ഒരു വലിയ ജാതിയാക്കുമെന്ന് പറഞ്ഞു. ഈ ദേശം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. അതേപോലെ ദൈവം ചെയ്തു. വാഗ്ദത്തങ്ങൾ നിവർത്തിയാക്കി അവർക്ക് ദേശം കൊടുത്തു. പക്ഷെ അവർ കൈയടക്കി പാർത്തുവെങ്കിലും അതിൽ നിലനിന്നില്ല. സ്ഥിരതയോടെ അതിൽ വസിച്ചില്ല. ഭൂമിയിലെ ദേശം സ്ഥിരതയോടെ അത് വസിച്ചില്ല. വിഗ്രഹാരാധനയിലേക്ക് മുഴുകി അവരെ ദേശത്തു നിന്ന് പറിച്ചു കളഞ്ഞു. അന്യ ദേശത്ത് ചെന്ന് കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അവസ്ഥ. പക്ഷെ ഹൃദയത്തിൽ ഉണ്ടാകണമായിരുന്നു ദൈവഭയം. അതിലുണ്ടായിരുന്ന കുറച്ചുപേരെങ്കിലും ഉണ്ടായിരുന്നിരിക്കുക യഹൂദയുടെ നടുവിൽ. അതുകൊണ്ട് അവരെ മടക്കി വരുത്തും. അവരിലൂടെയാണ് ലോകരക്ഷകനായ കർത്താവിൻ്റെ ആഗമനം വരുന്നത്. ഈ പാഠങ്ങൾ നമ്മെ എന്ത് പഠിപ്പിക്കുന്നു? നമ്മെ എന്ത് ഓർമ്മിപ്പിക്കുന്നു? മുന്നറിയിപ്പ് തരുന്നു. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് ദൈവം പൂർത്തിയാക്കാൻ ശക്തനാണ്. തൻ്റെ ജനത്തെ ദൈവം ക്രിസ്തുയേശുവിടെ വീണ്ടെടുത്ത ജനത്തെ സ്വർഗത്തിലെത്തിക്കാനും ദൈവം ശക്തനാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനത്തിൽ. താങ്ക് യു.